മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാമതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂക്ക മഹേഷ് നാരായണൻ ഒന്നിക്കുന്ന സിനിമയിൽ നയൻതാര നായികയായിട്ട് എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ പല ആളുകളും മുഖം തിരിച്ചു. ഇപ്പോൾ ഇതാ മഹേഷ് നാരായണൻ ചിത്രത്തിൽ കൊച്ചി ഷെഡ്യൂളിൽ നയൻതാരയും ഭാഗമാണ് എന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് 2 സ്റ്റിൽസ് പുറത്തു വിട്ടുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. 10 ദിവസം മുന്നേ മമ്മൂക്കക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ കൊച്ചി ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി. ഇപ്പോൾ ഇതാ മമ്മൂക്കയും നയൻതാരയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാമാണ് എടുത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സിനിമ പറഞ്ഞതുപോലെ തന്നെ വലിയ വമ്പൻ സിനിമയായി തീരുകയാണ്. മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഇപ്പോൾ ഇതാ നയൻതാര. സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ ഇനി ആരൊക്കെ ജോയിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. 2 ദിവസം മുന്നേ ആയിരുന്നല്ലോ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രം ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത്. ഇപ്പോൾ ഇതാ ബസൂക്കയുടെ പുറത്ത് വലിയൊരു റെക്കോർഡ് ചാർത്തി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസായ മൂവി ടർബോ എന്ന് പറയുന്ന സിനിമയായിരുന്നു. 72 രാജ്യങ്ങളിലായിരുന്നു ഈ ഒരു സിനിമ റിലീസിന് എത്തിച്ചത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസായ മൂവി ടർബോ ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിന് കറക്റ്റായിട്ട് ഒരു ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ ബസൂക്ക തിയേറ്ററിൽ എത്താൻ ഇനിയും 2 ദിവസങ്ങൾ ബാക്കി നിൽക്കെ റെക്കോർഡ് രാജ്യങ്ങളിലേക്ക് ബസൂക്ക എന്ന ചിത്രത്തെ എത്തിക്കുമെന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ്. ടർബോ എന്ന ചിത്രത്തെ 72 രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ബസൂക്ക എന്ന ചിത്രത്തെ 100ഓളം രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ 350ഓളം സ്ക്രീനിൽ ആദ്യ ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫാൻസിന്റെ ഭാഗത്ത് നിന്നും 400ഓളം സ്ക്രീനിൽ കേരളത്തിൽ റിലീസ് ചെയ്യണം എന്നുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലാസ് റിലീസായിട്ട് വിഷു വെക്കേഷൻ സമയത്ത് വേറെയും ഒട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 400 എന്ന് പറയുന്ന ഫിഗറിലേക്ക് സിനിമയുടെ റിലീസ് കാര്യങ്ങളെല്ലാം കേരളത്തിൽ പോകുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇപ്പോൾ ആ ഒരു ഡേറ്റിന്റെ അടുത്ത് വിഷു സമയത്ത് റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 മലയാള സിനിമകളുടെ റിലീസ് ഡേറ്റ് മാറ്റാനും ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. കാത്തിരിക്കാം. വിഷു ക്ലാസ് ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.